അടുത്ത വാർത്തയിലേക്ക് പോയാൽ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെ വൻ വിജയത്തിന് പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സ്വന്തം തട്ടകമായ വഡോദരയിൽ ഹോസ്റ്റൽ പദ്ധതിയുടെ ഉദ്ഘാടനത്തിനായാണ് മോദി വഡോദരയിലെത്തുന്നത്. വൈകുന്നേരം മണ്ഡലത്തിൽ 40,000 പേർ പങ്കെടുക്കുന്ന റോഡ് ഷോയും നടക്കും. നോബിൾ മാരിക്കാരനുണ്ട് വിവരങ്ങൾ നൽകാൻ. നോബിൾ, അപ്പോൾ ഇന്നലെ തെലങ്കാനയിലെ പരിപാടിയിലാണ് രാജ്യത്തെ നിയന്ത്രണങ്ങളെക്കുറിച്ച് മോദി പ്രഖ്യാപിച്ചത്. പെട്രോൾ ഡീസൽ ഉപയോഗത്തിൽ നമ്മൾ പുലർത്തേണ്ട സൂക്ഷ്മതയെക്കുറിച്ചൊക്കെ അദ്ദേഹം ഇന്നലെ വാചാലനായി. അപ്പോൾ ഇന്ന് ആ പ്രഖ്യാപനങ്ങളുള്ള ഒരു വിശദീകരണമൊക്കെ പ്രതീക്ഷിക്കണോ? ഷിയാസ്, പ്രധാനമന്ത്രി വഡോദരയിലേക്ക് എത്തുമ്പോൾ വലിയ ആവേശമാണ്. പ്രത്യേകിച്ച് അസാമിൽ ഭരണം നിലനിർത്തി പശ്ചിമബംഗാളിൽ ചരിത്രത്തിൽ ആദ്യമായി BJP അധികാരം പിടിച്ചെടുത്തു. ഇനിയിപ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പിലേക്കുള്ള സംസ്ഥാനങ്ങളിൽ ഒന്ന് ഗുജറാത്ത് തന്നെയാണ്. എന്താണെങ്കിലും പ്രധാനമന്ത്രി സംസ്ഥാനത്തേക്ക് എത്തുമ്പോൾ, സ്വന്തം മണ്ഡലത്തിലേക്ക് വഡോദരയ്ക്ക് എത്തുമ്പോൾ വലിയ ആവേശം അവിടെ ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുമാത്രമല്ല, ഇന്നലെ കർണാടകയിൽ മോദി പങ്കെടുത്ത പരിപാടി ഉണ്ടായിരുന്നു. ആ പരിപാടിയിൽ രൂക്ഷ വിമർശനം പ്രതിപക്ഷത്തിനെതിരെ മോദി ഉന്നയിച്ചിട്ടുണ്ട്. ഹോസ്റ്റൽ പദ്ധതിയുടെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടാണ് പ്രധാനമന്ത്രി എത്തുന്നതെങ്കിൽ പോലും വൈകുന്നേരം 40,000 പേർ പങ്കെടുക്കുന്ന റോഡ് ഷോ എന്നാണ് നിശ്ചയിച്ചിട്ടുണ്ട്. ആ റോഡ് ഷോയിൽ പൊതുസമ്മേളനത്തിൽ അഭിസംബോധന ചെയ്യുമ്പോൾ രൂക്ഷ വിമർശനം പ്രതിപക്ഷ പാർട്ടികൾക്ക് എതിരെ എന്താണെങ്കിലും രാഹുൽ ഗാന്ധി ഉന്നയിക്കാനുള്ള സാധ്യത കൂടുതലാണ്. പ്രത്യേകിച്ച് ഇന്നലെ കർണാടകയിലെ പ്രസംഗത്തിൽ കേരളത്തിലെ സർക്കാർ രൂപീകരണം, പ്രത്യേകിച്ച് മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പിനെ അതിരൂക്ഷമായ ഭാഷയിൽ പ്രധാനമന്ത്രി പരിഹസിച്ചിരുന്നു. കാരണം സംസ്ഥാനത്ത് കേരളത്തിൽ കോൺഗ്രസിന് അധികാരം കിട്ടി, വലിയ ഭൂരിപക്ഷം കിട്ടി, എന്നിട്ട് പോലും മുഖ്യമന്ത്രിയെ കണ്ടെത്താൻ കഴിയുന്നില്ല എന്ന പരിഹാസമായിരുന്നു മോദി ഉന്നയിച്ചത്. പറ്റുമെങ്കിൽ 2.5 വർഷം വിധിച്ചു കൊടുക്കുക, അതല്ലെങ്കിൽ ഓരോ വർഷവും ഓരോ മുഖ്യമന്ത്രി എന്ന നിലയിൽ 5 മുഖ്യമന്ത്രിമാരെ നിയമിക്കുക, ആരെങ്കിലും തിരഞ്ഞെടുക്കുക എന്ന വിമർശനമൊക്കെ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായി. മുഖ്യമന്ത്രി മോഹവുമായി നേതാക്കൾ അലഞ്ഞു നടക്കുകയാണെന്നടക്കമുള്ള പരിഹാസവും മോദി ഉന്നയിച്ചിരുന്നതാണെങ്കിലും ഇന്നിപ്പോൾ വഡോദരയിലെ വൈകുന്നേരത്തെ റാലി, 40,000-ത്തിലധികം ആളുകൾ പങ്കെടുക്കുന്ന റാലി, ഒരു പൊതുസമ്മേളനം, അതിൽ വലിയ വിമർശനം പ്രതിപക്ഷ പാർട്ടികൾക്കെതിരെ പ്രധാനമന്ത്രി ഉന്നയിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പ്രത്യേകിച്ച് തമിഴ്നാട്ടിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ കോൺഗ്രസ് അവസരവാദിയാണെന്ന് ഒരിക്കൽ കൂടി തെളിഞ്ഞു നടക്കുന്ന വിമർശനങ്ങൾ ഇന്നലെ പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് ഉണ്ടായത്. കാരണം തക്ക സമയത്ത് DMK സഖ്യം വിട്ട് കോൺഗ്രസ് പുറത്തേക്ക് പോയി, ഒരു യാത്ര പോലും പറഞ്ഞില്ല എന്നടക്കമുള്ള വിമർശനങ്ങൾ എന്താണെങ്കിലും ഉണ്ടായിരുന്നു. എന്താണെങ്കിലും ഇന്നിപ്പോൾ വഡോദരയിൽ സമാനമായ വിമർശനങ്ങൾ കോൺഗ്രസ് ഒരുപക്ഷെ ഉന്നയിക്കാം. ഒരുപക്ഷെ കേരളത്തിലെ സാഹചര്യം, കേരളത്തിൽ മുഖ്യമന്ത്രിയെ കണ്ടെത്താൻ കഴിയുന്ന സാഹചര്യത്തെ കൂടി മോദി വിമർശിക്കാനുള്ള സാധ്യതയുണ്ട്. ശരി, നോബിൾ മാരിക്കാരനാണ് വിവരങ്ങൾ നൽകിയത്.